എക്കാലവും ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ദൈവമക്കൾ. ഇന്ന് വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ ദൈവമഹത്വം വെളിപ്പെടാൻ പോകുന്നെന്നാണ് ഇന്നത്തെ സന്ദേശം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു, തന്റെ മഹത്വം വെളിപ്പെടുത്തി. വേദപുസ്തക ചരിത്രത്തിലെ കാനായിലെ കല്യാണ വീട് അറിയാത്ത ആരും തന്നെയില്ല. ആ കല്യാണ വീടിന്റെ പ്രത്യേകത ആ കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചു എന്നുള്ളതാണ്. യേശുവുള്ള വിരുന്നാണ് യഥാർത്ഥ വിരുന്നാകുന്നത്. യേശുവുള്ള എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതാണ്. വിരുന്ന് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിരുന്നിനിടയിൽ ആ വീട് ലജ്ജിക്കത്തക്ക ഒരു വിഷയം ആ വീട്ടിലുണ്ടായി. സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ യേശുവിന്റെ അമ്മ മറിയ യേശുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറയുകയാണ്, വീഞ്ഞ് തീർന്നു പോയി. യഹൂദന്റെ വിവാഹത്തിൽ ഏറ്റവും വിലയേറിയ ഒന്നാണ് വീഞ്ഞ്. അത് തീർന്നുപോയി എന്നപ്പോൾ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു പറയുകയാണ്, എൻ്റെ സമയം ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ യേശുവിന്റെ അമ്മ ബാല്യക്കാരോട് പറഞ്ഞു, അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യണം. സ്തോത്രം. ബാല്യക്കാരത് ചെയ്യാൻ തയ്യാറായി. വീടിന് വെളിയിലുള്ള കൽപാത്രങ്ങളിൽ യേശുവിന്റെ വാക്ക് കേട്ടവർ വെള്ളം നിറയ്ക്കുക. ദൈവത്തിന്റെ വാക്ക് അനുസരിച്ചപ്പോൾ തന്നെ അവർ കോരിയൊഴിച്ച വെള്ളം വീഞ്ഞായി മാറ്റപ്പെട്ടു. അവിടെ എന്താണ് ഇന്നത്തെ സന്ദേശം? നീ ലജ്ജിച്ചു തല താഴ്ത്തേണ്ട സാഹചര്യങ്ങൾ വരുമ്പോൾ യേശുവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നീ തല കുനിക്കുകയില്ല, നീ തല നിവർത്തുക തന്നെ ചെയ്യും. ദൈവം ഇന്ന് രാവിലെ ആരുടെയൊക്കെയോ തോളിൽ തട്ടി സംസാരിക്കുക. നീ ലജ്ജിക്കുമെന്ന ഭയം വേണ്ട, ലജ്ജിക്കത്തില്ല. യേശു തന്റെ മഹത്വം നിനക്ക് വേണ്ടി വെളിപ്പെടുത്തുകയാണ്. ആ വിരുന്ന് വീടിന്റെ കുറവ് അവിടെ പരിഹരിക്കപ്പെട്ടു. സ്തോത്രം. കലവറയ്ക്കകത്തും കുറഞ്ഞുപോയ വീഞ്ഞ് പരസ്യ സ്ഥലത്ത് വെച്ച് ദൈവം ഉണ്ടാക്കിക്കൊടുത്തു. നിറമില്ലാത്ത, മണമില്ലാത്ത, ഗുണമില്ലാത്ത വെള്ളത്തെ നിറമുള്ള, മണമുള്ള, ഗുണമുള്ള വെള്ളമാക്കി മാറ്റാൻ ദൈവത്തിന്റെ വാക്കുകൾക്ക് കഴിയും. ഇന്ന് രാവിലെ വചനം കേൾക്കുന്ന ശ്രോതാവേ, ദൈവം നിന്നോട് സംസാരിക്കുക. ദൈവത്തിന്റെ ഒരു വാക്ക് മതി നീ തല കുണിക്കേണ്ട വിഷയം തല നിവർത്താനായി. നമുക്കൊന്നിച്ചു പറയാം, കർത്താവേ, ആ മഹത്വം ഞങ്ങളിലും ഒന്ന് വെളിപ്പെടുത്തണം. ഒന്നിച്ച് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥനായ പിതാവേ, കാനായിലെ വിരുന്നു വീട്ടിൽ തലകുനിക്കേണ്ട സാഹചര്യങ്ങളെ മാറ്റി അവിടെ ദൈവമഹത്വം വെളിപ്പെടുത്തിയ ദൈവമേ, ഈ തലകുനിക്കേണ്ട സാഹചര്യങ്ങളെ മാറ്റണം, ഇവരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥിച്ച് നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. നീ ലജ്ജിക്കയില്ല, നിന്റെ തല ഉയരും. യേശു നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. ഗോഡ് ബ്ലസ് യു.